പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജയും കാമുകനും ആദർശിനെയും നയനയും കൊല്ലാൻ വെക്കുന്ന കെണിയിൽ ദേവയാനി ചെന്ന് പെടുകയും ദേവയാനി കയറിയ കാർ കത്തി നശിക്കുന്നതും അനന്തപുരി ആകെ ഞെട്ടിത്തെരിക്കുന്നതുമായിട്ടുള്ള അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയുടെ തീരുമാനപ്രകാരമാണല്ലോ ആദർശം നയനയും അനഘയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നത്. അനഘയെ കണ്ടതു മുതൽ അഭിക്ക് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയായിരുന്നു. അവളെങ്ങാനും സംസാരിച്ചു തുടങ്ങിയാൽ നവ്യ തന്നെ ഇവിടെയിട്ട് വെട്ടിക്കൊല്ലും. എത്രയും പെട്ടെന്ന് സംസാരിക്കുമെന്നാണല്ലോ ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. നാശം. എന്ത് ചെയ്യണമെന്നറിയാതെ അഭി നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛ, എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ അവളെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്നും, ഇല്ലെങ്കിൽ നവ്യയെ അച്ഛൻ അറിയാമല്ലോ, അവളെങ്ങാനും എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ അതോടെ എൻ്റെ കാര്യം തീരും എന്ന് അഭി പറയുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം, നീ വിഷമിക്കേണ്ട. എന്തായാലും അവളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാം. ഇപ്പോൾ അവൾ അനന്തപുരിയിലല്ലേ, കൂടാതെ നീയും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവരെല്ലാം അനഘയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യാം എന്ന് നാഗേന്ദ്രൻ അഭിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. എന്തായാലും നവ്യയ്ക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ തോന്നിയത് നന്നായി. അതും ഡേവിഡിൻ്റെ കയ്യിൽ കൊടുത്തത് തനിക്ക് ഉപകാരമായി. അതുകൊണ്ട് ആര് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. ആ ഒരു ചെറിയ ആശ്വാസത്തിൽ അഭി ഇരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം അഭി സ്വപ്നം കാണുകയാണ്. അനഘ, മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും നവ്യ അഭിയുടെ കഴുത്ത് നെരിച്ച് കൊല്ലാനൊരുങ്ങുന്നതും അയാൾ സ്വപ്നം കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അവനാകെ വിയർത്ത് കുളിച്ചിരുന്നു. അഭി ചാടി എഴുന്നേൽക്കുന്നത് കണ്ട് നവ്യയും എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ നവ്യയ്ക്ക് കാരണം പിടികിട്ടി. എന്തോ സ്വപ്നം കണ്ടു കാണും. അനഘ വന്നത് മുതൽ വെപ്രാളം കയറി നടക്കുകയാണല്ലോ. ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെടാ. അതിനാ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നയനയോടും ആദർശേട്ടനോടും പറഞ്ഞത് എന്ന് നവ്യ മനസ്സിൽ ഓർക്കുകയാണ്. എന്തു പറ്റിയടാ അഭി എന്ന് നവ്യ അവനോട് തിരക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടതാ എന്ന് അഭി നവ്യയോട് പറയുകയാണ്. എന്തു പറ്റിയടാ നിനക്ക്? അനഘ വന്നത് മുതൽ നീ ആകെ ടെൻഷനിലാണല്ലോ എന്ന് ഒന്നും അറിയാത്തതുപോലെ അവൾ ചോദിക്കുകയാണ്. എനിക്ക് പേടിയുണ്ടടി, അവൾ എന്തെങ്കിലും പറഞ്ഞത് കേട്ട് നീയും മകനും എന്നെ വിട്ടു പോകുമെന്നോർത്തിട്ട് അഭി നവ്യയോട് പറയുകയാണ്. ഞാനല്ലടാ, നീയാണ് ഇവിടുന്ന് പോകുന്നത്. ഞാനും എൻ്റെ മോനും എന്നും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ അഭി ഒരു തീരുമാനത്തിലെത്തുകയാണ്. അനഘ ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവൾ സംസാരിച്ചു തുടങ്ങും. അതിനി ഒരു അവസരം കൊടുക്കരുത്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അഭി അനഘയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ചന്തുമോളും അനഘയും നല്ല ഉറക്കമാണ്. അഭി പതിയെ ചെന്ന് തലയിണെടുത്ത് അനഘയുടെ മുഖത്ത് വെച്ച് അമർത്തുകയാണ്. അനഘയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് കയ്യും കാലും ഇട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ചന്തുമോൾ നല്ല ഉറക്കമാണ്. പെട്ടെന്നാണ് മുറിയിൽ ലൈറ്റ് ഓൺ ആകുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അഭി കാണുന്നത് മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരെയുമാണ്. അഭി വിളറി വെളുത്തു പോവുകയാണ്. നിനക്കെന്താടാ ഇവിടെ കാര്യമെന്ന് നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞ് അഭി വെട്ടി വിയർക്കാൻ തുടങ്ങി. ഇതേ സമയം ശബ്ദം കേട്ട് ചന്തുമോളെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ദേവയാനി അനഘയുടെ അടുത്തേക്ക് ഉടനെ ഓടിച്ചെന്നു. എന്നോട് അഭി ചോദിച്ചത്, നീ എന്തിനാ ഈ നേരം കെട്ട നേരത്ത് ഇവിടെ വന്ന് ഇവളെ കൊല്ലാൻ നോക്കിയത്? നവ്യയെ, ഇല്ലെങ്കിൽ ആദർശേട്ടനും നയനയും കൂടി ഇവളെ കൊണ്ട് പറയിപ്പിക്കും ചന്തുമോൾ എൻ്റെ മകളാണെന്ന്. പിന്നെ നീയും അത് വിശ്വസിക്കും. എന്നെ വിട്ട് നീയും കുഞ്ഞും പോകുന്നത് അതെനിക്ക് ആലോചിക്കാനേ കഴിയില്ല. ഇത് പറഞ്ഞതും നവ്യ അഭിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. എടാ അഭി, ഇനിയും നീ പറയണത് ഞാൻ വിശ്വസിക്കണമല്ലേ? ഇത്രയും നാൾ നീ പറഞ്ഞ കഥ കേട്ടല്ലേ ഞാൻ ആടിയത്? എൻ്റെ അമ്മയാണ് എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ഒരമ്മയ്ക്കും ആവശ്യമില്ലാതെ മകളുടെ ഭർത്താവിനെ കുറിച്ച് വേണ്ടാധീനം പറയേണ്ട ആവശ്യമില്ല. എന്നിട്ടും നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ നീ അറിയാതെ നിൻ്റെയും ചന്തുമോളുടെയും മുടി DNA ടെസ്റ്റിന് കൊടുത്തു. ഡേവിഡിൻ്റെ കയ്യിലും എൻ്റെ കൂട്ടുകാരുടെ കയ്യിലും കൊടുത്തു. പക്ഷേ ഡേവിഡ്, അയാൾ നിൻ്റെ അച്ഛൻ്റെ ബിനാമിയല്ലേ, അതുകൊണ്ട് നിനക്ക് കൂട്ടുനിന്നു. നിൻ്റെ അല്ല ചന്തുമോൾ എന്ന അയാളിനോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് ചന്തുമോളുടെ അച്ഛൻ നീയാണെന്നാണ്. നവ്യ, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്നെ ഇവരെല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞതും മുത്തശ്ശൻ അഭിയുടെ മുഖത്ത് ആനടിക്കുന്നതും ഒരുമിച്ചായിരുന്നു. അഭിയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. കുറച്ച് നേരത്തേക്ക് അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. ഇത് കണ്ട് ജലജ ഓടിച്ചെന്ന് അഭിയെ പിടിച്ചു. അച്ഛാ, അവനെ തല്ലി കൊല്ലണ എന്തിനാ? പിന്നെ എന്തിനാടി ഈ അസമയത്ത് അവനിവിടെ വന്നത് എന്ന് മുത്തശ്ശൻ്റെ ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ ജലജയ്ക്കായുള്ളൂ. ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇനി നിനക്ക് മാപ്പില്ല. നിനക്കുള്ള ടൈം, അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. നവ്യേ,
എന്നോട് പൊറുക്കണം, അബദ്ധം പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് അഭി കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി. അച്ഛാ, അവനോട് പൊറുക്കണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ജലജ മൂർത്തിമുത്തശ്ശനോട് പറയുകയാണ്. എന്നാൽ അവൻ്റെ കൂടെ നീയും ഇറങ്ങിക്കോ ജലജ. ശരിയാ, നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഇവിടെ മനസ്സമാധാനം കിട്ടുമെന്ന് മുത്തശ്ശിയും പറയുകയാണ്. എന്നാൽ അഭി നവ്യയുടെ കാല് പിടിച്ച് കരയുകയാണ്. എന്നോട് ക്ഷമിക്ക് നവ്യെ, ഇനി ഞാൻ നിന്നെയും മോനെയും നോക്കി ഇവിടെ ജീവിച്ചോളാം, എന്നെ ഇറക്കി വിടരുതെന്ന് പറയും. എന്നാൽ നവ്യയുടെ മുഖത്ത് ഒരു ദയയും അഭി കണ്ടില്ല. നിന്നോട് ഇറങ്ങിപ്പോകാനല്ലേടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് മൂർത്തി മുത്തശ്ശൻ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളുകയാണ്. എന്നെ ഇവിടെ നിറക്കി വിട്ടാലും എനിക്ക് കയറിച്ചെല്ലാൻ എൻ്റെ അച്ഛൻ്റെ വീടുണ്ട്, ചെവിയിൽ നുള്ളിക്കോ, ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അഭി ഇറങ്ങിപ്പോവുകയാണ്. എടാ അഭി, നിക്കടാ, നീ ആ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണോ? അച്ഛാ, അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് അവൻ പോകും, അപ്പോഴും നമുക്കല്ലേ നഷ്ടം. എന്ത് നഷ്ടം? അവൻ ഇവിടെ നിന്നാലും എനിക്ക് നഷ്ടം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അവൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം. അങ്ങനെ അഭിയെ അനന്തപുരിയിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നു. നവ്യ പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ട് നയന വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയും, മോളെ, ഇതുപോലൊരുത്തൻ ഭർത്താവായിട്ടുള്ളതിലും ഭേദം ഇല്ലാത്തതാണ്. നിനക്കിവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കാം, നിന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടില്ല. നിനക്കെന്താ വേണ്ടത് അത് ഞാൻ സാധിച്ചു തരും എന്ന് മുത്തശ്ശൻ പറയുകയാണ്. ദേവയാനിയും നയനയും ഒക്കെ നവ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നഖക്ക് ഇതെല്ലാം കണ്ട് സങ്കടമാകുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊലിച്ചിറങ്ങാൻ തുടങ്ങി. അഭി നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് പോയതു മുതൽ ജലജയ്ക്ക് പേടിയാവുന്നുണ്ട്. അയാൾ എല്ലാ കാര്യവും അഭിയോട് പറഞ്ഞാൽ ഒരു പക്ഷേ തന്നെ പിന്നെ അവൻ തിരിഞ്ഞു പോലും നോക്കില്ലെന്ന് ജലജയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ നാഗേന്ദ്രന് അഭിയോട് ഒന്നും പറയാനുള്ള സമയം കൊടുക്കരുതെന്ന് ജലജ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നാഗേന്ദ്രനെ ജലജയുടെ ഗുണ്ടുകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നതും നന്ദുവും നവ്യയൊക്കെ കൂടി നാഗേന്ദ്രനെ രക്ഷിച്ച് നന്ദാവനത്തിലേക്ക് കൊണ്ടുപോരുന്നതും. അതിൻ്റെ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്ദാവനത്തിലെത്തിയ നാഗേന്ദ്രൻ എല്ലാ കാര്യവും ആദർശിനോടും നയനയോടും പറയുകയാണ്. ജർമ്മൻ ഡയമണ്ട് നെക്ലസ് മൂർത്തി മുത്തശ്ശൻ എൻ്റെ കയ്യിലാണ് തന്നത്. മുത്തശ്ശൻ്റെ വിശ്വസ്തനായ മരുമകനായിരുന്നു ഞാൻ. നിന്റെ അച്ഛനേക്കാളും ചെറിയച്ഛനേക്കാളും സ്നേഹവും വിശ്വാസവും എന്നോടായിരുന്നു. നെക്ലസ് കണ്ട് ജലജയ്ക്ക് അത് വേണമെന്നായി. പക്ഷേ ഞാൻ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾക്ക് സ്വർണവും പണവും എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിരുന്നു. ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഒരു കുടുംബത്തിന് നന്നായിട്ട് ജീവിക്കാം. എന്നാൽ അവൾക്ക് എൻ്റെ സാലറി കൊണ്ട് മാത്രം ഒന്നും ആവില്ലായിരുന്നു. അവൾ ലക്ഷറി ലൈഫായിരുന്നു ജീവിച്ചിരുന്നത്. നെക്ലസ് ഞാൻ ഷെൽഫിൽ വെച്ച് പൂട്ടുന്നതും അവൾ കണ്ടതാണ്. എന്നാൽ ജലജ അത് ഞാൻ കാണാതെ എടുത്ത് ശങ്കരൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അതുപോലൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവിടെ വെച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എക്സിബിഷന് അങ്കിളിൻ്റെ കൂട്ടുകാരൻ പയസാണ് അത് മേടിച്ചത്. പക്ഷേ നിറം മങ്ങുന്നു എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു അത് ജലജ ചെയ്തതാണെന്ന്. അത്രയും സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ചാ അങ്കിൾ എന്നെ ഇറക്കി വിട്ടത്. ജ്വല്ലറിയിലുള്ളവർക്കൊക്കെ എന്നെ വലിയ മതിപ്പായിരുന്നു. പക്ഷേ പിന്നീട് അവർ എന്നെ ഒരു കള്ളനെ കാണുന്നത് പോലെയാണ് നോക്കിയത്. ഞാൻ ഉടനെ തന്നെ ജലജയോട് ചെന്ന് ചോദിച്ചപ്പോൾ അവൾ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ ഞാനാണിത് ചെയ്തതെന്നറിഞ്ഞാൽ അച്ഛൻ എന്നെ വച്ചേക്കില്ലെന്നാകേട്ട എന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മക്കളെ ഓർത്ത് ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ എന്നാലും അങ്കിൾ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ല. ജ്വല്ലറിയിൽ പിന്നീട് എനിക്ക് കയറാൻ പാടില്ല എന്ന് താക്കീത് തന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജലജയും നാഗേന്ദ്രനും തമ്മിൽ വഴക്കിടുന്നത് ജാനകിയും അജയനും കേൾക്കുന്നത്. അമ്പലത്തിൽ വെച്ച് ജലജ അവളുടെ മുൻകാമുകിനെ കണ്ടതും അയാളിൽ ജലജയ്ക്കുണ്ടായ കുട്ടിയാണ് അഭി എന്നുമുള്ള സത്യം. അഭി നാഗേന്ദ്രൻ്റെ മകനല്ല എന്ന് സത്യം കേട്ടപ്പോൾ കനക ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരികയായിരുന്നു. അജയനും ജാനകിയും എല്ലാം കേട്ടു എന്നറിഞ്ഞപ്പോൾ ജലജ അവരെ ഭീഷണിപ്പെടുത്തി. ഈ കാര്യം അച്ഛനോടും ഇവിടെയുള്ളവരോടും പറഞ്ഞാൽ ആ ഡയമണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പണിയാൻ എൻ്റെ കൂടെ ജാനകിയും ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് പറയേണ്ടി വരുമെന്ന് ജലജ പറയുന്നത് കേട്ട് നാഗേന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. നാഗേന്ദ്രൻ മാത്രമല്ല അജയനും ഞെട്ടിപ്പോവുകയായിരുന്നു. പിന്നീട് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അജയനെ എല്ലാം മറച്ചു വെക്കേണ്ടി വന്നു. എന്നാൽ നാഗേന്ദ്രൻ ഇതെല്ലാം അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. നിങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ പിന്നെ ഞാനും മക്കളും ജീവനോടെ ഉണ്ടാവില്ലെന്ന് ജലജ പറഞ്ഞു. അതുകൊണ്ട് നാഗേന്ദ്രൻ ആരോടും പറയാതെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ഫ്രോഡായി ജീവിക്കേണ്ടി വന്നു. ശങ്കരേട്ടൻ്റെ അടുത്ത് ജലജ മാത്രമേ പോയുള്ളൂ. ആ സമയത്ത് ജാനകി കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതിനാലാണ് ശങ്കരേട്ടനെ ജാനകിയെ കാണാൻ സാധിക്കാതിരുന്നത്. പക്ഷേ അജയനാകെ ടെൻഷനായി. ജാനകി ചെയ്ത വലിയ തെറ്റ് അച്ഛനറിഞ്ഞാൽ പൊറുക്കൂല. ജലജയുടെ നാവിൽ നിന്ന് എന്തായാലും അത് പുറത്താവില്ല. കാരണം അവളുടെ കാമുകനിലുണ്ടായ കുട്ടിയാണ് അഭി എന്ന് പറഞ്ഞാലോ എന്ന പേടി ജലജയ്ക്കുണ്ടാകും. എന്നാൽ നാഗേന്ദ്രന് അതെപ്പോൾ വേണമെങ്കിലും തുറന്നു പറയാം. പിന്നെ അവന് നേരത്തെ ഉണ്ടായ സ്ഥാനം അവന് അച്ഛൻ കൊടുക്കും.
മക്കളായ താൻ പിന്നെയും അവൻ്റെ കീഴിൽ വരുമല്ലോ എന്ന ഒരു ഈഗോയും അയാൾക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു മ്യൂസിക് സ്റ്റുഡിയോ തുടങ്ങാൻ 20 ലക്ഷം രൂപ അച്ഛനോട് ചോദിച്ച് മേടിച്ചു തരാൻ നാഗേന്ദ്രൻ ജലജയോട് പറയുന്നത്. ജലജ ഉടനെ അത് മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട്. അച്ഛ, നാഗേന്ദ്രന് ബിസിനസ് തുടങ്ങാനാണ്, ഒരു 20 ലക്ഷം രൂപ കൊടുക്കണം. ബിസിനസ്സിൽ നിന്ന് കിട്ടുമ്പോൾ അത് തിരിച്ചു നൽകിയേക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മൂർത്തി മുത്തശ്ശനെ നാഗേന്ദ്രനോട് വെറുപ്പായതിനാൽ തരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറയും. പിന്നീട് ജലജ അജയനോട് ഈ ക്യാഷ് ചോദിക്കും. അജയൻ കൊടുക്കാതെ വരുമ്പോൾ നാഗേന്ദ്രൻ പറയും, നിങ്ങൾ എല്ലാവരും കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. എനിക്ക് ജീവിക്കാൻ ഒരു ജോലി അത്യാവശ്യമാണ്. അതിന് എനിക്ക് അളിയൻ ക്യാഷ് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനോടെല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. മനസ്സില്ല മനസ്സോടെ അജയനെ ജ്വല്ലറിയിൽ നിന്നും കണക്ക് വെട്ടിച്ച് 20 ലക്ഷം രൂപ ഇടിക്കേണ്ടി വരും. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ടാലിയാകാതെ വരുമ്പോൾ ഈ പണം പോയത് നാഗേന്ദ്രൻ എടുത്തതാണെന്ന് അജയൻ വരുത്തി തീർക്കുകയായിരുന്നു. അതിനെ അജയന് ജ്വല്ലറിയുടെ മാനേജറും കൂട്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ നാഗേന്ദ്രൻ്റെ കണക്കുകൂട്ടൽ അവിടെയും പിഴച്ചു. ജലജ തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് അയാൾ കരുതിയത്. അഭി തൻ്റെ മകനല്ലെന്ന് അറിഞ്ഞിട്ടും മുൻപുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു കുറവും താൻ ഇതുവരെ വരുത്തിയിട്ടില്ലെന്നോർത്ത് അയാളുടെ മനസ്സ് വേദനിച്ചു. വീണ്ടും നാഗേന്ദ്രൻ പണം മോഷ്ടിച്ചു എന്നറിഞ്ഞ് മുത്തച്ഛൻ നാഗേന്ദ്രനെ പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ പുറത്താക്കുകയായിരുന്നു. അതാണ് നാഗേന്ദ്രന് മൂർത്തി മുത്തശ്ശനോട് പക തോന്നാൻ കാരണം. പിന്നീട് അയാൾക്ക് അനന്തപുരി തറവാടിൻ്റെ സർവനാശം കാണണമെന്ന ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്കിൽ, നിങ്ങളുടെ സ്പോയിലായ 20 വർഷം അപമാനം ഇതൊന്നും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റാത്തതാണ്. പക്ഷേ മുഖം മൂടി അണിഞ്ഞവരെ പുറത്തു കൊണ്ടുവരണം. അതിന് അങ്കിൾ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾ പറയുന്ന സമയത്ത് എന്ന് ആദർശ് നാഗേന്ദ്രനോട് പറയുകയാണ് കേട്ടോ. നാഗേന്ദ്രൻ നയനയുടെയും ആദർശിന്റെയും കൂടെ ഉണ്ടെന്നറിഞ്ഞ ജലജയും കാമുകനും നയനയെയും ആദർശിനെയും വകവരുത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം നയനയും ആദർശും നന്ദാവനത്തിലെത്തി നാഗേന്ദ്രനെ കണ്ട് മടങ്ങുകയായിരുന്നു. ആദർശ് ജ്വല്ലറിയിലേക്കും നയനയെ വീട്ടിൽ വിടാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നയനയ്ക്ക് അനഘയെയും ചന്തുമോളെയും കാണണമെന്ന് പറയുന്നു. ആദർശ് അനഘയ്ക്ക് താമസിക്കാൻ വേറൊരു വീട് ഏർപ്പാടാക്കിയിരുന്നു. അനന്തപുരിയിൽ നിന്നും അവരെ വന്നാക്കിയതിൽ പിന്നെ നയന അവരെ കണ്ടിട്ടില്ലായിരുന്നു. ഈ സമയത്താണ് ആദർശിനെയും നയനയെയും കൊല്ലാനായി ജലജയും കാമുകനും പ്ലാൻ ഇടുന്നത്. അവരുടെ വണ്ടി നമ്പർ അവർ ഒരു ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അയാൾ ആ വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് ആദർശിന് പെട്ടെന്ന് ജ്വല്ലറിയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് കോൾ വന്നു. അതിനാൽ ഒരു ടാക്സി വിളിച്ച് ആദർശ് പാതി വഴിയിൽ വെച്ച് പോകുന്ന വഴിക്ക് നയനയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആകുന്നു. മാഡം, കുറച്ച് സമയമെടുക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞത് കേട്ട് ഓക്കെ പറഞ്ഞ് നയന പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഈ സമയത്താണ് ദേവയാനി അമ്പലത്തിൽ പോകാനായി ആ വഴി വരുന്നത്. വഴിയിൽ വെച്ച് നയനയെ കണ്ട് ദേവയാനി കാര്യം തിരക്കുന്നു. വണ്ടി ബ്രേക്ക് ഡൗൺ ആയമ്മേ, ഇപ്പോൾ ശരിയാകുമെന്നാ പറഞ്ഞത് എന്ന് നയന പറയുന്നു. എന്നാൽ മോൾ ഈ വണ്ടിയിൽ പൊക്കോളൂ, ഞാൻ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി വന്ന വണ്ടിയിൽ നയനയെ കയറ്റിവിടുന്നു. ആ വണ്ടിയിൽ ദേവയാനി കയറിയതും കാർ വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അനന്തപുരിയിലേക്ക് ഒരു കോൾ വരികയാണ്. നയനയും ആദർശും പോയ കാർ അപകടത്തിലായെന്നായിരുന്നു ആ കോൾ. ഇത് കേട്ട് നവ്യക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ അലമുറയിട്ട് കരയുന്നത് കേട്ട് എല്ലാവരും ഓടി വന്നു. നവ്യ പറഞ്ഞത് കേട്ട് എല്ലാവരും തകർന്നു പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞ് നയന മടങ്ങിയെത്തുകയാണ്. വിവരം അറിഞ്ഞ ആദർശ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തകർന്നിരുന്ന ആദർശ് നയനയെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ നയനയുടെ വണ്ടി തകർന്നു എന്ന് പറഞ്ഞതോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോഴാണ് നയന കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ പോയ വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയെന്നും അമ്മയുടെ വണ്ടിയിലാണ് താൻ പോയതെന്നും പറയുകയാണ്. ഇത് കേട്ട് അവരെല്ലാം അപ്പോൾ ദേവയാനിയോ എന്ന് ചോദിക്കാൻ തുടങ്ങി. നയന അലമുറയിട്ട് കരയാൻ തുടങ്ങി. ജയനും ആദർശും തകർന്ന് സോഫയിലേക്ക് വീണു. ഉടനെ തന്നെ നന്ദുവിന്റെ ജീപ്പ് അനന്തപുരിയിലേക്ക് എത്തി. ദേവയാനി പോയ കാർ ബോംബിൽ തകർന്നുവെന്നും ദേവയാനി ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നുമായിരുന്നു വാർത്ത. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഓടുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.